Welcome to +1 Physics series, part 2. Dimensional formula, units, measurements ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഈ സീരീസ്. കഴിഞ്ഞ ദിവസം ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷൻ, അതിൻ്റെ ബേസിക്സൊക്കെ കോൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചു. എന്നിട്ട് ഡയമെൻഷണൽ ഫോർമുല നമ്മൾ 1-2 ക്വാണ്ടിറ്റിയുടെ കണ്ടു, 2-3 ക്വാണ്ടിറ്റിയുടെ കണ്ടിട്ട് ബാക്കി ഇങ്ങോട്ട് പോകാം. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. മാസിൻ്റെ ഡയമെൻഷൻ എം, ആക്സിലറേഷൻ്റെ L(T)⁻². അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL(T)⁻². Here x is 1, y is 1, z is -2. Or force has dimensions of 1 in mass, 1 in length and -2 in time. ഒരു എക്സാമ്പിൾ പറയുന്നു, മാസ് പെർ യൂണിറ്റ് ഏരിയ. പെർ യൂണിറ്റ് എന്ന് എവിടെ കണ്ടാലും ഡിവൈഡഡ് ബൈ എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ മാസ് ഡിവൈഡഡ് ബൈ ഏരിയ. മാസിൻ്റെ എം, ഏരിയയുടെ L². അപ്പോൾ ഇത് mL(T)⁻². താഴത്തെ ഇതൊരു ലെയറിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ mL(T)⁻². Another one, ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് 2 വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F = gm1m2/r². ജിക്ക് പറയുന്ന പേരാ കോൺസ്റ്റൻ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവിടെ നിന്ന് ജി കണ്ടുപിടിച്ചാൽ G = F(r²/m1m2). അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി, ഈ ഓരോ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല ഇട്ട് കൊടുക്കുക. എഫിൻ്റെ mL(T)⁻² ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്, അകലമാണ് 2 വസ്തുക്കൾ തമ്മിൽ. അതപ്പോൾ L² r² ആയതുകൊണ്ട് m1 m2 m ഇൻറ്റു എം, 2 മാസസ് അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ m⁻⁻1 L(T)⁻². T⁻². അതാണ് ജിയുടെ ഡയമെൻഷണൽ ഫോർമുല. മറ്റൊരെണ്ണം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇപ്പം ബേസിക്കായിട്ട് ഈ ഫോർമുല കുറച്ച് കേൾക്കുക, എന്നിട്ട് അത് ഉപയോഗിച്ച് ഫോർമുല കാണുക. ഈ ഫോർമുലകളൊക്കെ പിന്നീട് പഠിക്കും. വർക്ക് അപ്പോൾ ഫോഴ്സിൻ്റെ mL(T)⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ L. അപ്പോൾ mL²T⁻². ഇതാണ് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ചുരുക്കത്തിൽ നോക്കി, എവിടെ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട എവിടെ കണ്ടാലും എല്ലാം നിങ്ങൾ ഇടുക. അപ്പോൾ ഇതിനകത്ത് വേർതിരിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻ ഫോർമുലയുടെ ഒരു മഹത്വത, ഒരു യൂണിഫിക്കേഷൻ, എല്ലാത്തിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുക. അടുത്ത, വർക്കിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് എനർജിയുടെ ഡയമെൻഷൻ. വർക്ക് തന്നെ എനർജിയായിട്ട് മാറുന്നത്. അപ്പോൾ എനർജിയുടെ ഡയമെൻഷനും mL²T⁻². എനർജി ഏത് ഫോം ആയിക്കോട്ടെ, ഹീറ്റ് എനർജി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, മെക്കാനിക്കൽ എനർജി ആയിക്കോട്ടെ, ഏത് എനർജി ആയാലും ഡയമെൻഷണൽ ഫോർമുല സെയിമാണ്, mL²T⁻². ഈ മറ്റൊന്ന്, റേഡിയേഷൻ്റെ എനർജി E = h⁻, ഗ്രീക്ക് ലെറ്ററാ, അത് ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ എന്ന് പറയും. നമ്പർ ഓഫ് ചേഞ്ചസ് ഇൻ 1 സെക്കൻഡ്. എന്ത് തരം ചേഞ്ച് ആയാലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഈ ചേഞ്ച് ഇങ്ങനെ ആവർത്തിക്കും, അല്ലെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് എന്നൊക്കെയാണ് ഫ്രീക്വൻസിക്ക് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്ക് എച്ചിന് പറയുന്ന പേരാ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാ മാക്സ് പ്ലാങ്ക്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, PLANCK, യെസ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് ഇവിടുന്ന് ആദ്യം എച്ചിൻ്റെ ഫോർമുല എടുക്കണം. H=E/μ. സോ ഡയമെൻഷൻ ഫോർമുല ഓഫ് H ഈസ് dimensions of E by dimensions of frequency. ഫ്രീക്വൻസി ഡയമെൻഷൻ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചേഞ്ചസ് ബൈ ടൈം, അല്ലെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം പെർ യൂണിറ്റ് ടൈം. നമ്പർ ഓഫ് വൈബ്രേഷൻസ് അതിന് ഡയമെൻഷൻ ഒന്നുമില്ല. എണ്ണം പറയുന്നതിന് ഡയമെൻഷൻ ഒന്നുമില്ല. അതിന് ഡയമെൻഷൻ ഒരു നമ്പർ. അപ്പോൾ അവിടെ 1 എന്നിട്ടാൽ മതി. ബൈ ടൈമിൻ്റെ T, അപ്പോൾ T⁻⁻1. അപ്പോൾ ഫ്രീക്വൻസി ഡയമെൻഷൻ ഫോർമുല T⁻⁻1. അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷൻ ഫോർമുല എനർജി ബൈ ന്യൂ, എനർജിയുടെ mL² T⁻⁻2 ബൈ ഫ്രീക്വൻസിയുടെ T⁻⁻1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ mL² T⁻⁻1. ഇതാണ് എച്ചിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇതുപോലെ ഏത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുലയും നമുക്ക് കണ്ടുപിടിക്കാം. ഫോർമുല അറിയണമെന്നുള്ളേ ഉള്ളൂ. ഫോർമുല തന്നു കഴിഞ്ഞാൽ ഏതിൻ്റെയും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഈ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്, ഇൻ ഗുഡ് എഗ്രിമെൻ്റ് എന്നൊക്കെ പറയത്തില്ല, ഒരു ചേർച്ച, നല്ല ചേർച്ച ഉണ്ടാകുക. ഇപ്പോൾ ഫിസിക്സിലെ ക്വാണ്ടിറ്റികൾ, ഫിസിക്സിൽ കൈകാര്യം ചെയ്യുന്ന ക്വാണ്ടിറ്റികൾ, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, ഇങ്ങനെയൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റികളുണ്ട്. ഇത് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇക്വേഷൻസിനെ പൊതുവെ ഫിസിക്കൽ ഇക്വേഷൻസ് എന്നാണ് പറയുക. F=ma, E=hν, F=gm1m2/r², V=u+at. ഇതെല്ലാം ഫിസിക്കൽ ഇക്വേഷൻസാണ്. ഫിസിക്സിൽ കണ്ടുകൂട്ടുന്ന ഈ ഫോർമുലകളൊക്കെ നമ്മൾ ഫിസിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. ഇപ്പോൾ രണ്ട് ക്വാണ്ടിറ്റികൾ P എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, Q മറ്റൊരു ക്വാണ്ടിറ്റി, P=Q എന്ന് പറയാൻ പറ്റണമെങ്കിൽ രണ്ടിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അതൊരു കണ്ടീഷനാണ്. ഇപ്പോൾ എൻ്റെ വെയ്റ്റ് സമം എൻ്റെ പ്രായം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് രണ്ടും രണ്ട് ക്വാണ്ടിറ്റിയാണ്. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, പ്രായം എന്ന് പറഞ്ഞാൽ സമയം. അതെങ്ങനെ ഈക്വലാകും? നമ്പർ ഈക്വലായേക്കാം. എത്ര കിലോഗ്രാം ഫോഴ്സ് അത്രയും പ്രായം, ഇത്രയും വർഷം എന്നും പറയാം. അത് വേറെ, അത് ഇതായിട്ട് ബന്ധമില്ല. അപ്പോൾ രണ്ട് വ്യത്യസ്ത ക്വാണ്ടിറ്റികളെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് ഒന്നുപോലെ ആയിരിക്കണം. ഇതിനെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഉള്ള ക്വാണ്ടിറ്റികൾ, ഇപ്പോൾ വർക്കും എനർജിയും കൺസിസ്റ്റൻ്റാണ്, ഒരേ ഡയമെൻഷനാണ്, ഇക്വേറ്റ് ചെയ്യുക. വർക്ക് ഈക്വൽസ് എനർജി എന്ന് പറയും. പക്ഷേ ഫോഴ്സ് ഈക്വൽസ് മാസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ എമ്മയുടെ ഡയമെൻഷൻസും എഫിൻ്റെ ഡയമെൻഷൻസും ഈക്വലാണ്. പക്ഷേ ഒന്നെന്ന് എടുത്തു കഴിഞ്ഞാൽ F=m എന്നെടുക്കും. പക്ഷേ അവിടെ ഒന്നെന്നുണ്ട്, അത് വിട്ടു പോകരുത്. അപ്പോൾ വ്യത്യസ്ത ക്വാണ്ടിറ്റികൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ടിൻ്റെയും ആ ക്വാണ്ടിറ്റിയുടെ എല്ലാം ഡയമെൻഷൻസ് ഒരുപോലെ ആയിരിക്കണം. അതിനെയാണ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. ഇത് കൊണ്ട് വളരെ പ്രയോജനങ്ങളുണ്ട്, നമ്മൾ കാണും. അപ്പോൾ P=Q എന്ന് പറയണമെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് P മസ്റ്റ് ബി ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് Q. ഈക്വൽസ് Pയും Qയും കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് ഇതിൻ്റെ എല്ലാം
സെയിം ആയിരിക്കണം. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് പി ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് ക്യൂ ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് പി പ്ലസ് ഓർ മൈനസ് ക്യൂ. ഇത് മറ്റൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഫ് എ ഈക്വൽസ് ബി പ്ലസ് സി, ഇതൊരു ഫിസിക്കൽ ഇക്വേഷൻ ആണെന്നിരിക്കട്ടെ, എങ്കിൽ ഡയമെൻഷൻസ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് ബി പ്ലസ് ഡയമെൻഷൻസ് ഓഫ് സി. സെയിം ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റികൾ തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റൂ. എൻ്റെ വയസ്സും അത് ടൈമാണ്, എൻ്റെ പോക്കറ്റിലുള്ള പണവും കൂടെ ആഡ് ചെയ്യുന്നതിൽ എന്താ അർത്ഥം? ഒരർത്ഥവും ഇല്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റൂ. അതാണ് ഈ പറയുന്നത്. അതിന് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്നും പറയും. നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എ ഈക്വൽസ് ബി പ്ലസ് സി എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ dimensions of A should be equal to dimensions of B plus dimensions of C. Example, V equals U plus AT. ഇങ്ങനെ ഒരു ഫിസിക്സിലൊരു ഇക്വേഷനാണ്. വി വെലോസിറ്റി, യു വെലോസിറ്റി, ആക്സിലറേഷൻ എ ആക്സിലറേഷൻ ടി ടൈം. പക്ഷേ എ ഇൻറ്റു ടി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ വരും. കാരണം എ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ വിയുടെ സ്ഥാനത്ത് ഡയമെൻഷൻ ഇട്ട് എൽ ടി റേസ് മൈനസ് 1 ഈക്വൽസ് യുവിൻ്റെ സ്ഥാനത്ത് അതും വെലോസിറ്റി എൽ ടി റേസ് മൈനസ് 1 പ്ലസ് എ എൽ ടി റേസ് മൈനസ് 2 ഇൻറ്റു ടി, ക്യാപിറ്റൽ ടി, ടി റേസ് മൈനസ് 2 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടി റേസ് മൈനസ് 1. അപ്പോൾ ഇത് എൽ ടി റേസ് മൈനസ് 1. ചുരുക്കത്തിൽ എൽ ടി റേസ് മൈനസ് 1 ഈക്വൽസ് എൽ ടി റേസ് മൈനസ് 1 പ്ലസ് എൽ ടി റേസ് മൈനസ് 1. അപ്പോൾ ഈ ഫോമിൽ വന്നല്ലോ. ഡയമെൻഷൻസ് ഓഫ് V equal dimensions of U plus dimensions of AT. അതായത് ഡയമെൻഷൻസ് ഓഫ് എ ഈക്വൽ ഡയമെൻഷൻസ് ഓഫ് ബി പ്ലസ് ഡയമെൻഷൻസ് ഓഫ് സി. ആ റൂൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് അല്ലെ ഹോമോജനസ് ആണെന്ന് പറയും. അപ്പോൾ ഒരു ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷനിലായിട്ട് ശരി എന്ന് പറയണമെങ്കിൽ ഓരോ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ്റെയും ഇൻഡെക്സ് സെയിം ആയിരിക്കണം. ഇവിടെ എല്ലിൻ്റെ 1, ഇവിടെ എല്ലാ എല്ലിൻ്റെ ഇൻഡെക്സ് 1 ആണ്. ടിയുടെ ഇൻഡെക്സ് ഇവിടെ എല്ലാ ടേമിലും -1, എമ്മിൻ്റെ ഇൻഡെക്സ് ഇവിടെ എല്ലാം 0. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ശരി എന്നർത്ഥം, ഡയമെൻഷനലി കറക്റ്റ്. സോ എ ഫിസിക്കൽ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് വെൻ dimensions of basic quantities are the same in every term or in all the terms of the equation. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് ഞാനത് കോമ്പാക്റ്റായിട്ട് അവതരിപ്പിക്കാം. ഇത് സാധാരണ ഓൾജിബ്ര ഇക്വേഷൻ കൈകാര്യം ചെയ്യരുത്. കാരണം എക്സ് ഈക്വൽസ് എക്സ് പ്ലസ് എക്സ് എന്ന് വരും. സാധാരണ ഓൾജിബ്രയായിട്ട് ഉപയോഗിക്കുമ്പോൾ എക്സ് ഈക്വൽസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽസ് 2x എന്ന് പറയുമ്പോൾ 1 ഈക്വൽസ് 2 എന്ന് വരത്തില്ലേ. അപ്പോൾ ഇത് സാധാരണ ഓൾജിബ്രായിക് ഇക്വേഷൻ കൈകാര്യം ചെയ്യുന്ന പോലെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയായി സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഇട്ട് കാണിക്കുന്നത്. ഇത് സാധാരണ ഒരു മാത്തമാറ്റിക്സിലെ ഇക്വേഷനായിട്ട് കാണരുത്. അങ്ങനെ കാണരുതെന്നുള്ള താക്കീതായിട്ടായി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. അല്ല വിഡ്ഢിത്തത്തിൽ എത്തിച്ചേരും നമ്മൾ. എക്സ് ഈക്വൽസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതൊരു സിമ്പലാണ്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നതിന് വേണ്ടി ഒരു സിമ്പൽ എന്ന് മാത്രമേ ഉള്ളൂ. ഡയമെൻഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയാം. അടുത്ത പോയിൻ്റ്, ഇഫ് എ ഈക്വൽസ് ബി ഇൻറ്റു സി, ഇങ്ങനെ ഫിസിക്കൽ ഇക്വേഷൻ എഫ് ഈക്വൽസ് എം ഇൻറ്റു എ എന്നൊക്കെ വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ബിയും ഡയമെൻഷൻ ഓഫ് സിയും ഡിഫറൻ്റ് ആയിരിക്കും എങ്കിലേ ഇക്വേഷൻ ശരിയാവും. ഒന്നുകിൽ ബിയോ സിയോ ഡയമെൻഷൻ ഇല്ലാത്ത ഒരു കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് ഡിഫറൻ്റ് ആയിരിക്കണം. എങ്കിലേ ഈ ഫിസിക്കൽ ഇക്വേഷൻ ആകാൻ ഇതിന് യോഗ്യതയുള്ളൂ.
ഇപ്പോൾ എഫ് ഈക്വൽസ് എം എന്നുള്ള ഈക്വേഷൻ ഫോമാ. എഫിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, എമ്മിൻ്റെ ഡയമെൻഷൻ മാസിൻ്റെ ഡയമെൻഷൻ, എയുടെ ആക്സിലറേഷൻ ഡയമെൻഷൻ. എമ്മിൻ്റെ എയുടെ ഡയമെൻഷൻസ് ഡിഫറെൻ്റ് ആണല്ലോ. എമ്മിൻ്റെ ഡയമെൻഷന് ക്യാപിറ്റൽ എം, എയുടെ ഡയമെൻഷൻ L⁻². രണ്ടും ഡിഫറെൻറ്റാണ്. ബി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സി. അപ്പോൾ ചുരുക്കത്തിൽ ഡയമെൻഷൻസ് ഓഫ് എം ഡിഫറെൻറ്റ് ഫ്രം ഡയമെൻഷൻസ് ഓഫ് എ. പക്ഷേ എഫിൻ്റെ ഡയമെൻഷനും എം*എയുടെ ഡയമെൻഷനും സെയിം. അതുകൊണ്ട് എഫ് ഈക്വൽസ് എം എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നു. ഇതൊക്കെ ഇതിനകത്ത് റൂളുകളാണ്. പിന്നെ അടുത്ത പോയിൻ്റ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസിന് ഡയമെൻഷൻസ് പറയണ്ട. സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡയമെൻഷനൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അത് ലെങ്ത്, മാസ്, ബ്രെഡ്ത്ത് ഇതൊന്നും അതിനകത്ത് വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ അത് റേഷ്യോ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന്. അപ്പോൾ അവിടെ മുകളിലും താഴെയും ലെങ്താണ് വരുന്നത്, L/L. അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ ഡയമെൻഷൻസ് ട്രിഗ്നോമെട്രിക് റേഷ്യോസിന് ഇല്ല. ആംഗിള് ഇതിനും ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ടാവാം, ഡിഗ്രി എന്നൊക്കെ പറയും, റേഡിയൻ, ഡിഗ്രി. പക്ഷേ അതിന് ഡയമെൻഷൻ ഇല്ല. കാരണം തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നാണ്. അവിടെ L/L എന്ന് വരും. പിന്നെ നമ്പർ റെപ്രസെൻറ്റിങ് എ കൗണ്ട്, എണ്ണങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നമ്പറിനൊന്നും ഡയമെൻഷൻ ഇല്ല. 10 കാറുകൾ, അല്ലെ 20 മോട്ടോർ ബൈക്കുകൾ, 100 വൈബ്രേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അതിന് ഡയമെൻഷനൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ കാണും. താങ്ക് യു.